2 പ്രാവശ്യവും ആരാ 2 പ്രാവശ്യവും എന്താ ചെയ്തത്? സ്നേഹമുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ ഇവന്റെ മറുപടി എന്തായിരുന്നു? പ്രിയമുണ്ടെന്ന്. അല്ലേ? ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. നീ ഇവയേക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് നീ തിരിച്ചു ചോദിക്കുകയാണ്, എടാ സ്നേഹം ചോദിച്ചിട്ട് നീ പ്രിയമുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങനെയെങ്കിൽ എന്ത് ചോദിക്കട്ടെ? ഞാൻ എന്ത് ചോദിക്കട്ടെ? പ്രിയമുണ്ടോ എന്ന് ചോദിക്കട്ടെ. 2 വാക്കുകളാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞെങ്കിൽ അച്ഛൻ ഇത് അറിയത്തില്ലെന്ന് പറയുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന 2 വാക്കുകളാണ്. ഒന്ന് അഗാപ്പേ എന്നാണ് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഇവൻ പറയുന്ന മുഴുവനും ഫിലിയോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. സുഹൃത്ത് തമ്മിലുള്ള ബന്ധം, സഹോദരത്തിന്റെ ആയിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് ആത്മീയമായ ദൈവത്തിൻ്റെതായ അതിരുകളില്ലാത്ത ഒന്നും അപേക്ഷിക്കാത്ത സ്നേഹത്തെ കുറിച്ച് പറയുന്ന സമയത്താണ് കർത്താവ് വീണ്ടും 3-ാമത്തെ പ്രാവശ്യം അവനോട് ചോദിക്കുന്നു, ദൈവം നീ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിനക്ക് സഹോദര സ്നേഹമെങ്കിലും നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അവൻ പറയുകയാണ്, ഇത് കണ്ടിട്ട് പറയുന്നു, ദൈവമേ നീ സകലവും. എന്തൊരു സ്റ്റേറ്റ്മെന്റാണ്, എന്തൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഉവ്വ് കർത്താവേ നിനക്ക് അറിയാമെന്ന് പറഞ്ഞതിനേക്കാളും 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ തട്ടി പറഞ്ഞെന്നാ എന്റെ വിചാരം, കണ്ണുനീരോട് പറഞ്ഞെന്ന വിചാരം, അവനെ തിരിഞ്ഞോക്കി പറഞ്ഞെന്നാ എന്റെ വിചാരം. അവൻ പറയുകയാണ്, ഉവ്വ് കർത്താവേ, നീ എവറിത്തിങ്, എന്നോട് സ്നേഹമുണ്ടെന്ന് നീ അറിയുന്നു. എന്തോ വാക്കാണ്. ദൈവജനമേ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവമാണ്, ദൈവമേ നീ അറിയുന്നു, എല്ലാം നീ അറിയുന്നു. നിനക്ക് മറവായിട്ടുള്ള ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ നമുക്ക് സാധിക്കണം. എന്ത് മറയ്ക്കാൻ സാധിക്കും? ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നും മറയ്ക്കാൻ സാധിക്കുകയില്ല. കപടഭക്തികളൊന്നും നടക്കുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ പറയേണ്ടതാണ്, ദൈവമേ യു നോ എവറിത്തിങ് ഇൻ മൈ ലൈഫ്. അത് ഞാൻ നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശില് ഗുർജിയിലുണ്ടായ ഒരു ബോട്ട് അപകടം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. വാർത്തകൾ ഫോളോ ചെയ്തവർക്ക് അറിയാവുന്നതാണ്. ആ ഫോട്ടോയില് ഇതില് യാത്രയ്ക്ക് പോയവരുണ്ട്. യാത്രയ്ക്ക് പോയവരില് 9 പേര് മരണമടയുകയാണ്. അതിലൊരു അമ്മയുണ്ട്. അവരിങ്ങനെ രക്ഷാപദ്ധതിയിൽ നിന്ന് അമ്മയെ വലിച്ചെടുക്കുന്നതായിട്ടുള്ള സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചതാണ്. നോക്കിയപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു 6 വയസ്സുകാരൻ ആ ലൈഫ് ജാക്കറ്റിലുണ്ടെന്നാണ്. ആ ലൈഫ് ജാക്കറ്റിൽ 6 വയസ്സുകാരൻ ഇരിക്കുകയാണ്. അമ്മ മുകളിൽ ലൈഫ് ജാക്കറ്റ് കവർ ചെയ്തോട്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുകളിൽ നോക്കി മരിക്കുകയാണ്. അന്ത്യശ്വാസമുള്ളവരെ അമ്മ വിചാരിച്ചു കാണും, രക്ഷപ്പെടുവാണെങ്കിൽ ഈ കുഞ്ഞങ്ങ് രക്ഷപ്പെട്ടോട്ടെ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഈ കുഞ്ഞങ്ങ് രക്ഷപ്പെട്ടോട്ടെ. രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഒരു വാർത്തയുടെ ടൈറ്റിൽ ഇങ്ങനെ വന്നു, അവിടെ മരണം ജയിച്ചാലും സ്നേഹം തോറ്റിട്ടില്ല. മരണം ജയിച്ചാലും എന്താണ്? സ്നേഹം തോറ്റിട്ടില്ല. കാരണം ആ കുഞ്ഞിനെ മുകളിൽ പിടിച്ചു പറയുന്നു, സംരക്ഷിക്കുവാണെങ്കിൽ പറ്റിക്കോട്ടെ. ജീവൻ തന്നെ രക്ഷപ്പെടാവുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പലരോട് പങ്കിടുമ്പോൾ പറഞ്ഞത്, നമുക്കങ്ങ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏറ്റവും അവസാന നിമിഷത്തിൽ മരണവ്യപ്രാളത്തിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ നോക്കുമായിരിക്കാം. കുഞ്ഞത് മുമ്പിലോ മരിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യമില്ല, തന്റെ ജീവൻ നൽകി സ്നേഹിച്ച ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. തന്റെ ഉയിർ നൽകി സ്നേഹിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. എന്താണ് സ്നേഹത്തിന്റെ അടയാളം? I asked Jesus, how much you love me? എന്താ പറയുന്നത്? This much. He stretched his hands and died. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ തന്റെ കൈകളെ വിരിച്ചിട്ട് പറയുക, ഇത്രമേൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എന്താണ്? Do you love me? ദൈവം ചോദിക്കുന്ന ആ ചോദ്യം മറുപടിയായിട്ട് ഇവിടെ നമുക്ക് മറന്നു പോകാൻ സാധിക്കും. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, നിനക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ പ്രൊഫഷനേക്കാൾ അപ്പുറമായി, എൻ്റെ പൊസിഷനേക്കാൾ അപ്പുറമായി, എൻ്റെ പ്രോഫിറ്റിനേക്കാൾ അപ്പുറമായി, എൻ്റെ ഫ്രണ്ട്സിനേക്കാൾ അപ്പുറമായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കുമോ? അതാണ് നമുക്കവിടെ നേരത്തെ കണ്ടത്. ഈ പത്രോസ് തലക്കീഴായി ക്രൂശിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവമാണ്. Till that time, അവൻ മരണം വരെ അവനെ സ്നേഹിച്ചതാണ്. അവൻ്റെ കാല് ചുംബിച്ചുകൊണ്ട് മരിച്ചതാണെന്ന് നമുക്കറിയാമല്ലോ. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിൽ വന്നു ഇതിൽ പങ്കെടുത്തു മടങ്ങിപ്പോകുമ്പോൾ
അവന്റെ പാദങ്ങളെ ചുംബിച്ച് നമുക്ക് മടങ്ങിപ്പോകാം. അവനെ അനുഭവിച്ചറിഞ്ഞിട്ട് മടങ്ങി പോകാം. അവന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. പറയാം, ദൈവമേ, ഇവയേക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന്. ഐ ലവ് യു സോ മച്ച് ഗോഡ് പറഞ്ഞിട്ട് വേണം മടങ്ങിപ്പോകാൻ. പറയുവാണെങ്കിൽ ദൈവം പറയുന്നു, ചില നിയോഗങ്ങളുണ്ട്, അത് നിന്നെ അയക്കുന്നതായിട്ടുള്ള സംഭവമാണ്. കർത്താവ് അവനോട് പറയുന്നത്, നീ മരിക്കാൻ പോകുന്നു, ശരിയാണ്. നീ എങ്ങനെയാണ് അവൻ്റെ അന്ത്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നതൊക്കെ തുടർന്നുള്ള വാക്കുകൾ പറയുകയാണ്, ശരിയാണ്. പക്ഷെ ഒറ്റ കാര്യമാണ്, അവനേക്കാൾ അധികമായി ഈ ലോകത്തിൻ്റെ അന്തരെന്നരെയും സ്നേഹിച്ചിട്ടില്ല. അവനേക്കാൾ അധികമായി നമുക്കൊന്നും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. തന്നെ ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച ദൈവം, അവൻ അവൻ്റെ ശരീരത്തെയും രക്തത്തെയും നമുക്ക് നൽകുവാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഭയഭക്തിയോട് നമുക്ക് പറയാം, ദൈവമേ, ഞാൻ നിന്നധികമായി സ്നേഹിക്കുന്നു, നിന്നെ അധികമായി സ്നേഹിക്കുന്നു. നിന്നോട് എനിക്ക് പ്രിയമുണ്ട്, നിന്നോട് എനിക്ക് പ്രിയമുണ്ട്. തന്നെ കളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിന്മേൽ